ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രമീസ് ഫുഡ് ആൻഡ് വ്ലോഗ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോയ ചങ്ക് പുലാവാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സോയ ചങ്ക്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകിയ ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ബാസ്മതി റൈസ് ആണ്. ഞാനിവിടെ 1 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയ ശേഷം ഒരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ സോയ ചങ്ക്സ് ഒക്കെ നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ്, 4-5 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, 1 ടീസ്പൂൺ ജീരകം ഇതെല്ലാം ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉള്ളി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ചെറുതായി ചോപ്പ് ചെയ്ത ഒരു തക്കാളി കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബാസ്മതി റൈസ് കൂടെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. 1 കപ്പ് ബാസ്മതി റൈസിന് 2 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡൊന്ന് തുറന്നു നോക്കാം. റൈസൊക്കെ കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സോയ ചങ്ക്സ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് ഈ പുലാവ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായി വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.